ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെനോപോസിനെ കുറിച്ചിട്ടാണ്, അഥവാ ആർത്തവ വിരാമം. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്ത്രീകൾ ഒരു 50-55 വയസ്സിന്റെ ഇടയിൽ, അതാണ് ഒരു ആവറേജ് ഏജ് ഇൻ ഇന്ത്യ ഫോർ മെനോപോസ്. ഏറ്റവും കൺസേണിങ് ആയിട്ട് വരുന്ന ഒരു പീരീഡ് ആണ് ഇതെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓവറി ചുരുങ്ങും. അപ്പൊ അതിൽ നിന്നുള്ള ഹോർമോണിന്റെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അളവ് കുറയാൻ തുടങ്ങും. അപ്പൊ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഇതൊരു ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ കൺസേണിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? അതായത് സിംറ്റംസ് ഒന്ന് ഹോട്ട് ഫ്ലഷസ്, വെജൈനയിലെ ഡ്രൈനെസ്, പിന്നെ ഭയങ്കര ടയേർഡ്നെസ് ഉണ്ടാവും, സ്ലീപ്സ് ഒക്കെ ഭയങ്കര ഡിക്രീസ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ റിസ്ക്, അതായത് നമ്മുടെ ഈസ്ട്രജൻ ആണ് നമ്മുടെ ഹാർട്ടിനെയും എല്ലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കുറയുമ്പോഴത്തേക്കും കൂടുതൽ ഹാർട്ട് പ്രോബ്ലംസ്, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. സോ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ഇതൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫിനോമിനൻ ആണെന്ന് മനസ്സിലാക്കുക, അതിനോട് ഫാമിലി മെമ്പേഴ്സ് എല്ലാം സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് ഓൾസോ ഈ ഹോട്ട് ഫ്ലഷസിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ശരീരം ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നും, ലൂസ് ഫിറ്റിംഗ് ആയിട്ട് ക്ലോത്ത്, ട്രിഗറിങ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക, അതേപോലെ തന്നെ കോഫി ടീ ഒക്കെ കുറച്ച്, ഹെൽത്തി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ അതേപോലെ ഈ ഓസ്റ്റിയോപോറോസിസ്, ഹാർട്ട് പ്രോബ്ലംസ് അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി വൈറ്റമിൻസ്, കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട് ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ ജെൽസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മെന്റൽ സപ്പോർട്ട്, എന്തെങ്കിലും ഡിപ്രഷൻ അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കൗൺസിലിംഗ് ആൻഡ് ആന്റി ഡിപ്രസൻസ് ഇഫ് നീഡഡ് വി ക്യാൻ ടേക്ക്. ആൻഡ് ഓൾസോ ഐസോഫ്ലേവനോയിഡ്സ് ആൻഡ് ഹോർമോണിനെ റീപ്ലേസ് ചെയ്യാനുള്ള തെറാപ്പീസും അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ വെറി ചെയ്യേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞാൽ, ഇപ്പൊ 1 ഇയർ പീരീഡ്സ് വരാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ആയിട്ട് വരികയാണെങ്കിൽ ഹാവ് ടു ഓൾവേസ് വിസിറ്റ് യുവർ ഗൈനി, ബിക്കോസ് അതൊരു കൺസേണിങ് ആണ്. ചിലപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും, പാപ്പ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ. ആൻഡ് ഓൾസോ സ്കാനിൽ ആ എൻഡോമെട്രിയം, അതായത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ലെയറിന്റെ തിക്നെസ് നോക്കിയിട്ട് അത് 5 mm കൂടുതലാണെങ്കിൽ ഇഫ് നീഡഡ് ബയോപ്സിയും ചെയ്യേണ്ടി വരും. സോ അത് ഭയങ്കര കൺസേണിങ് ആയിരിക്കുക. അല്ലാതെ ഫിസിയോളജിക്കൽ ആണെന്നുള്ളത് ഫിസിയോളജിക്കൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു, ഓർ ഇഫ് നീഡഡ് എനി മെഡിക്കൽ കെയർ വേണമെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അപ്പം ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മെനോപോസൽ ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് ദം ബോത്ത് മെന്റലി ആൻഡ് ഇമോഷണലി. താങ്ക് യു. ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെനോപോസിനെ കുറിച്ചിട്ടാണ്, അഥവാ ആർത്തവ വിരാമം. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്ത്രീകൾ ഒരു 50-55 വയസ്സിന്റെ ഇടയിൽ, അതാണ് ഒരു ആവറേജ് ഏജ് ഇൻ ഇന്ത്യ ഫോർ മെനോപോസ്. ഏറ്റവും കൺസേണിങ് ആയിട്ട് വരുന്ന ഒരു